ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ക്ലീൻ ബ്രേഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈദായിട്ട് ഒരു സ്പെഷ്യൽ ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, അറബിക് ചിക്കൻ കബ്സ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് ഇനിയും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പോൾ കബ്സ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്നൊരു മുഴുവൻ കോഴിയെ അങ്ങ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് മുറിച്ചതായിരുന്നു, പക്ഷേ ഞാൻ ഇതുവരെ കോഴിയെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പരീക്ഷണത്തിന് വേണ്ടി കോഴിയെ കട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് കബ്സയ്ക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു മന്തി ടൈപ്പിൽ പീസല്ല, അത്യാവശ്യം വലിപ്പത്തിൽ ഒരു പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ 1 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. വീട്ടിലൊരു കുറച്ച് ഗസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കണം. കബ്സയുടെ മസാല അടിക്കാനായിട്ട് നമുക്കൊരു 5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതിനൊന്ന് കുനുകുനാന്ന് അരിയണ്ട, ഒന്ന് വലുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. സോറി ഫോർ ദ റിപ്പീറ്റേഷൻ, നേരത്തെ ഷോട്ടിൽ വാച്ച് മോതിരിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം നല്ല സൈസിൽ, നോർമൽ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അടുത്തത് അടുപ്പ് കത്തിച്ച് നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം. ചൂടായ കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച 5 സവാള നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. സോൾട്ട്. സവാള വേണ്ടി വന്നാൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് ശേഷം അടുത്തത് ഒരു 4 തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി. അടുത്ത മെയിൻ ഐറ്റമാണ് കബ്സ മസാല. അതിപ്പോൾ നിങ്ങൾക്ക് ഏത് കമ്പനി വേണേൽ യൂസ് ചെയ്യാം, ഇന്ന കമ്പനി എന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് വീട്ടിൽ ഉണ്ടാക്കാനാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ അതിന് വേറെ വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. ഒരു 4 മാഗി ക്യൂബ്സ്. ഇത്രയും റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ മസാല ഏകദേശം റെഡിയായി. നമുക്കടുത്ത കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ അത്യാവശ്യം കൂടുതൽ പീസ് എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വീട്ടിൽ ഗസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പീസ് എടുത്താൽ മതിയാവും. അതിനനുസരിച്ച് മസാലയുടെ അളവും കുറച്ചാൽ മതിയാവും. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ചിക്കനിൽ എല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഓൾറെഡി ചിക്കനിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങും, പക്ഷേ നമുക്ക് ചിക്കൻ കുറച്ചൊന്ന് വെന്ത് കിട്ടാനായിട്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഗ്രേവി ഒന്ന് തിളച്ചതിന് ശേഷം കുക്കറിൽ മൂടി വെച്ച് അടച്ചിട്ട് നമുക്ക് വിസിൽ വെച്ച് കൊടുക്കാം. ഒരു വിസിൽ വരെ വേവണം. ഒരു വിസിലായിട്ട് വെന്തതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിതിലെ പീസുകൾ മൊത്തം മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ആക്കണം. എന്നിട്ട് നമ്മൾ ഇതിനകത്താണ് കബ്സ മസാലയുടെ റൈസ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ പീസുകൾ ഓരോന്നായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. പീസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതേ ഗ്രേവിയിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ലോണം ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. പക്ഷേ എനിക്കിവിടെ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഊഹത്തിൽ വെള്ളം ഒഴിക്കുകയാണ്. റൈസിൻ്റെ ഗ്രേവിയിലോട്ട് 4 നെടുകീറിയ പച്ചമുളക്, ഒരു ഉണക്ക നാരങ്ങ, കുരുമുളക്, കറുവപ്പട്ട ഇത്ര ഇട്ടതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണിത്. ഇത് അത്യാവശ്യം റൈസ് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ചിക്കൻ്റെ പണിയിലോട്ട് പോകണം. നേരത്തെ മാറ്റിയ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് കബ്സ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മാഗ്നേറ്റ് ചെയ്തതാണിത്. അതിനുശേഷം കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ എടുത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കി ചുറ്റിച്ചെടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലാണ്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഓരോ പീസ് ചിക്കനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് ഇത് കരിച്ച് കളയരുത്, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കബ്സയുടെ പണി ഏകദേശം കഴിഞ്ഞു. നമുക്ക് ഇനി അത് വേറെ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.